ഹലോ അസ്സാം വലൈക്കും. എനിക്കറിയാം വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് നാളായി. നമ്മൾ നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായി. നിങ്ങളിൽ കുറേ പേര് അത് ഓർഡർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്രയും പ്രൊഡക്ട്സ് ഒന്നിച്ച് ഉണ്ടാക്കുമ്പോഴും അതുപോലെ അയച്ചു കൊടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിൻ്റെ ഇടയിലാണ് കേട്ടോ പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി തൊട്ട് അങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ ഇടാൻ നോക്കാം. അതുപോലെ നിർത്തി വെച്ചിരുന്ന ഹെന്ന ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 ടൈപ്സ് ഓഫ് റോസസ് എങ്ങനെ നല്ല ഭംഗിയായിട്ട് വരയ്ക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. റോസ് നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ നടുഭാഗത്തുള്ള ഇതളുകളൊക്കെ വളരെയധികം പറ്റിച്ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്വേളിൻ്റെ അകത്ത് കുറച്ച് ട്രയാങ്കിൾസ് ഇങ്ങനെ സ്വേള് പോലെ വരച്ചു കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ ഓഫ് പെറ്റൽസ് വരച്ചു തുടങ്ങാം. അപ്പോൾ ആ സ്വേളിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് ഞാൻ സി ഷേപ്പിലൊരു പെറ്റൽ വരയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ അതേ ഷേപ്പിലൊരു പെറ്റൽ വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ സ്വേളിനെ നടുഭാഗത്ത് നിന്നും അടിയിലേക്ക് ആദ്യം വരച്ച പെറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു പെറ്റൽ വരയ്ക്കാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അങ്ങനെ ഒരു പെറ്റൽ വരച്ചു കൊടുക്കാം. ഇതളുകൾ ഇങ്ങനെ തമ്മിൽ ഇടകലർന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ റോസിന് ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പെറ്റൽ നമ്മൾ കുറച്ച് വളഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ പോലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ സ്വേളിൻ്റെ അടിയിൽ അതിൻ്റെ നടുഭാഗം വരുന്ന പോലെ നമുക്ക് ആ പെറ്റൽ വരച്ചു കൊടുക്കാം. അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഇതളിൻ്റെ വളരെ ചെറിയൊരു ഭാഗം നമ്മൾ ഇവിടുന്ന് കാണുള്ളൂ. അപ്പോൾ അതുപോലെ അതൊരു ചെറിയ സി ഷേപ്പിൽ പെറ്റൽ വരയ്ക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ഓഫ് പെറ്റൽസ് വരച്ചു തുടങ്ങുകയാണ്. ഫസ്റ്റ് വരച്ച പെറ്റൽസിൻ്റെ മുകളിലായിട്ട് തന്നെ സിമെട്രിക്കലായിട്ടാണ് നമ്മൾ ഈ ലെയർ ഓഫ് പെറ്റൽസ് വരയ്ക്കുന്നത്. അടുത്തത് വരയ്ക്കാൻ പോകുന്ന പെറ്റൽസ് കുറച്ചും കൂടെ വൈഡായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. കാരണം റോസ് അങ്ങനെ തന്നെയാണല്ലോ, ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പെറ്റൽസിൻ്റെ വലിപ്പം കൂടി വരും. ഒരു സൈഡിൽ നമ്മൾ എങ്ങനെയാണോ പെറ്റൽ വരയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ആ പെറ്റൽ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സിമെട്രിക്കലായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റെപ്സ് ഓർത്തെടുക്കാൻ പറ്റും. കഴിഞ്ഞ ലെയറിലെ പോലെ തന്നെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന പെറ്റൽ നമ്മൾ കുറച്ച് വളഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ അറ്റത്തുള്ള പെറ്റൽ നമ്മളൊരു ചെറിയ സി ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ റോസിൻ്റെ ബേസിക് സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കൊരു റോസും കൂടെ ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു ആംഗിളിൽ വരച്ച് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, പെറ്റൽസ് സിമെട്രിക്കലായിട്ട് വരയ്ക്കുക. രണ്ടാമത്തെ കാര്യം, പെറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ വരയ്ക്കുക. കുറച്ചെങ്കിലും റിയലിസ്റ്റിക് എന്ന് തോന്നിക്കുന്ന ഫ്ലവേഴ്സ് നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്ട്രോക്സ് പെർഫെക്റ്റ് ആക്കരുത്. കുറച്ച് അണീവൻ ആയിട്ട് വേണം സ്ട്രോക്സ് വരയ്ക്കാൻ. അതായത് എല്ലാ ഇതളുകളും കാണാൻ ഒരേപോലെ ആയിരിക്കരുത്. എന്തെങ്കിലും ഒരു പ്രത്യേകത ഓരോ ഇതളിനും ഉണ്ടായിരിക്കണം. അതായത് ഒരു കുനിപ്പിലാവട്ടെ, അല്ലെങ്കിൽ ഒരു ചെരിവിലാവട്ടെ, അല്ലെങ്കിൽ ഇതളിൻ്റെ ഒരു വളവിലാവട്ടെ, ഓരോ ഇതളും യൂണീക്കായിരിക്കണം. അങ്ങനെ നമ്മൾ 2 റോസാപ്പൂക്കൾ വരച്ചിട്ടുണ്ട്. ഇനി അതിനോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെറുതും വലുതുമായ കുറച്ച് ഇലകൾ കൂടെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതളുകൾക്കൊക്കെ കുറച്ച് ഡെപ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇതളിൻ്റെ നടുഭാഗം കുറച്ചും കൂടെ ഒന്ന് ബോൾഡാക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഡാർക്കൻ ചെയ്യുമ്പോൾ ഓരോ ഇതളും വേറിട്ട് തന്നെ നിൽക്കും. നടുഭാഗത്ത് മാത്രം ബോൾഡാക്കിയിട്ട് ഇതളുകളുടെ അറ്റത്തുമ്പോൾ വളരെ ലൈറ്റാക്കി പ്രഷർ കൊടുത്തിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതൾ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കൻ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ സെലക്റ്റീവായിട്ട് ഓരോ പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി വരുന്നത്. ഇലകൾക്ക് കൂടെ ഇതുപോലെ ഡീറ്റെയിലിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൊണ്ട് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കത് ഇവിടെ വെച്ച് നിർത്താം. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റോസ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ ഇതളും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇതളുകളും ഷെയ്ഡ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഓൾട്ടർനേറ്റീവായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതളുകൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു നാച്ചുറാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കോണിന് വളരെ കുറച്ച് പ്രഷർ മാത്രം കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതളുകളൊക്കെ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡീറ്റെയിലിംഗ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ റോസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് വരയ്ക്കേണ്ട സ്റ്റെപ്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ എളുപ്പമുള്ള സ്റ്റെപ്സാണ്. ആദ്യം സ്ട്രക്ചർ വരയ്ക്കുക. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെറ്റൽസിൻ്റെ സിമെട്രിയും ഓവർലാപ്പ് ചെയ്യണതുമാണ്. അതിനുശേഷം പെറ്റൽസിൻ്റെ ബോർഡേഴ്സൊക്കെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പെറ്റൽസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് റോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു സ്വേൾ വരച്ച് തുടങ്ങാം. സ്വേൾ കറക്റ്റ് സർക്കിൾ ആവണമെന്നില്ല, കുറച്ച് ഇംപെർഫെക്റ്റ് ആയാലും കുഴപ്പമില്ല, അതിനൊരു നാച്ചുറൽ ലുക്ക് വരും. ഈ പൂവിൻ്റെ പെറ്റൽസ് നമ്മൾ വരയ്ക്കുന്നത് കുറച്ച് ബംസ് ഒക്കെ ഉള്ളൊരു മലകൾ പോലെയാണ്. അപ്പോൾ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ 3 പെറ്റൽസ് ഈ സ്വേളിന് ചുറ്റും വരച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്ട്രോക്സ് ഒരിക്കലും പെർഫെക്റ്റ് ആവരുത്. നമ്മൾ കോണ് പിടിക്കുന്ന രീതി വളരെ ലൂസും അതുപോലെ ഫ്ലെക്സിബിൾ ആവണം. അപ്പോഴാണ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള പെറ്റൽസ് വരയ്ക്കാൻ പറ്റുക. അതേപോലെ തന്നെ പെറ്റൽസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈസിലും വ്യത്യാസം ഉണ്ടാവണം. ഒരേ സൈസിലുള്ള പെറ്റൽസ് ആയാൽ അത് വളരെ ഫേക്കായ പോലെ നമുക്ക് തോന്നും. അപ്പോൾ പെറ്റൽസിൻ്റെ സൈസ് മാറ്റി മാറ്റി വരയ്ക്കാൻ ശ്രദ്ധിക്കുക.
ഇങ്ങനെ 2-3 റോസ് ഒന്നിച്ച് വരുമ്പോഴാണ് ഈ പൂക്കൾക്ക് ശരിക്കും ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ ഈ റോസിൻ്റെ തന്നെ ചെറിയൊരു വേഷം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ വിരിയാനിരിക്കുന്ന റോസാണെന്നൊരു ഫീല് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 3 പെറ്റൽസ് മാത്രം വരയ്ക്കുന്നുള്ളൂ. ഒരു റോസും കൂടെ സൈഡിൽ വരച്ചിട്ട് നമുക്കിതിനൊരു ബഞ്ച് ഓഫ് റോസസ് ആക്കാം. അപ്പോൾ പൂക്കളിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചില പെറ്റൽസ് മറ്റ് പെറ്റൽസിന് ഇടയിലായിട്ട് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ ഈ പൂക്കൾക്കും നമുക്ക് കുറച്ച് ഇലകൾ വരച്ചു കൊടുക്കാം. ഈ പൂവിൻ്റെ ഇതളുകൾ കുറച്ചും കൂടെ തുടുത്ത് നിൽക്കുന്ന കാരണം ഇലകളും ഞാനതുപോലെ കുറച്ച് വലുതാക്കിയാണ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂക്കൾ ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ശരിക്കും സൺലൈറ്റിൽ നിൽക്കുന്ന ഒരു പൂവ് വെയിൽ തട്ടിയിട്ട് ചില ഭാഗങ്ങൾ ഡാർക്കറായിട്ടും അതുപോലെ ചില ഭാഗങ്ങൾ ഹൈലൈറ്റഡ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് നമ്മളിവിടെ ഈ ഷെയ്ഡിങ്ങിലൂടെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡിങ് വേണമെങ്കിൽ ഇതളുകളുടെ തുമ്പത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോർണേഴ്സിൽ കൊടുക്കാം. വേണമെങ്കിൽ ഇതളുകളുടെ അടിഭാഗത്ത് നിന്നും മുകളിലേക്ക് വരുന്ന പോലെ ഷെയ്ഡിങ് കൊടുക്കാം. ഷെയ്ഡിങ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതളുകളുടെ ബോർഡേഴ്സിൻ്റെ നടുഭാഗം മാത്രം ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വരച്ച 2 റോസസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരച്ച റോസ് കാണാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത് വരയ്ക്കാനുള്ള സ്റ്റെപ്സ് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അധികം ഇമാജിനേഷൻ ഇല്ലാതെ തന്നെ നമുക്കത് വരയ്ക്കാൻ സാധിക്കും. സെക്കൻഡ് റോസ് നമുക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരാൻ നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ പൂവിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ നെഗറ്റീവ് സ്പേസ് ഡിസൈൻസ് ചെയ്യുമ്പോൾ ഈ രണ്ടാമത് വരച്ചിരിക്കുന്ന റോസ് വരയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ ഇലകൾക്കും കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തപ്പോൾ ആ റോസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് തേർഡ് ടൈപ്പ് ഓഫ് റോസ് എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. ഈ റോസിൻ്റെ സെൻറ്റർ നമ്മളൊരു സ്വേൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ടൊരു ബലൂണിൻ്റെ ഷേപ്പ് ആ സ്വേളിന് ചുറ്റും നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും നമ്മൾ 2 പെറ്റൽസ് ഷർട്ടിൻ്റെ കോളർ വരയ്ക്കുന്ന പോലെ സൈഡിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സി ഷേപ്പായിട്ടുള്ള 2 പെറ്റൽസും കൂടെ വരച്ചിട്ട് ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ശംഖിൻ്റെ ഷേപ്പിലുള്ള 2 പെറ്റൽസ് പൂവിൻ്റെ ഒരു സൈഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെ വരയ്ക്കാം. ഷോളിൻ്റെ മുകളിലായിട്ടൊരു സി ഷേപ്പ് പെറ്റലും കൂടെ വരച്ചിട്ട് പിന്നെ നമുക്ക് ആ ലെയർ ഓഫ് പെറ്റൽസ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിലൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റോസ് വിടരുന്ന ഒരു പ്രതീതി നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ പെറ്റൽസിൻ്റെ വലിപ്പം കൂട്ടുന്നുണ്ട്. ഇനി അതേ റോസ് ഞാൻ വേറൊരു ആംഗിളിലും കൂടെ വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ ബഞ്ച് വരയ്ക്കുമ്പോൾ പൂവിൻ്റെ ആംഗിൾസിലും ശ്രദ്ധിക്കണം. നമ്മൾ ഒരേ ആംഗിളിൽ പൂ വരയ്ക്കുകയാണെങ്കിൽ അത് ഒരു ഭംഗി ഉണ്ടാവില്ല. ഇലകളായാലും പൂക്കളായാലും നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി വരുന്നത്. അപ്പോൾ പൂവിൻ്റെ ബേസിക് സ്കെച്ച് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ വരച്ച പോലെ തന്നെ ഇലകളും അതുപോലെ ഷെയ്ഡിങ്ങും ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ സ്കെച്ച് കംപ്ലീറ്റ് ആക്കാം. നമ്മൾ ഹെന്ന ഡിസൈൻസിൽ സാധാരണയായിട്ട് കാണുന്ന ഫ്ലവേഴ്സിനെക്കാട്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് റോസസ് വരയ്ക്കാൻ. കാരണം ഓരോ ഇതളുകളും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണതെന്ന് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരണമെന്നില്ല. ചിലർക്കത് പെട്ടെന്ന് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഇതളുകളുടെ ആ ഒരു പോകുന്ന രീതി മനസ്സിലേക്ക് വരും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈസി ആയിട്ട് റോസ് വരയ്ക്കാൻ പറ്റുന്ന 3 മെത്തേഡ്സ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രിക്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറൊരു റെഫറൻസ് ഇമേജിൻ്റെ സഹായം ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് റോസ് വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ഇതളും വരയ്ക്കാനുള്ള രീതി നമ്മുടെ മസിൽ മെമ്മറിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ 3 ടൈപ്പ് റോസാ പൂക്കൾ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഹെന്ന ക്ലാസ്സസ് തുടങ്ങിയ സമയം തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതേപോലെ തന്നെ താമര വരയ്ക്കുന്നതും അതുപോലെ പിയോണി ഫ്ലവർ വരയ്ക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.